എല്ലാവർക്കും വിന്യാസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഓപ്പറേറ്റർ നോട്ടിഫിക്കേഷനെ കുറിച്ച് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക്, ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരമാണ് ഈ ഒരു പമ്പ് ഓപ്പറേറ്റർ തസ്തികയിലേക്കുള്ള എക്സാമിനേഷൻ. അതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 211/2020 ഇനി അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ, നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് December 23 അപ്പോൾ ഒരിക്കലും ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കാതെ ആ ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവരും ഉടനെ തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് അവസാന നിമിഷത്തേക്ക് വെക്കുമ്പോൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്, വിട്ടുപോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി എന്താണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ, ഇതിന്റെ നിലവിലെ ക്വാളിഫിക്കേഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് കടക്കുന്നത്. പിന്നെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 20,000 മുതൽ 53,000 വരെയാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. ദെൻ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് 88 പക്ഷെ നമുക്കറിയാം അതൊരു എക്സാം നടന്ന് ആ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേക്കും ആ ഒരു വേക്കൻസി എന്ന് പറയുന്നത് എന്തായാലും ഉയരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ലാസ്റ്റ് ടൈം അഡ്വൈസ് പോയ എണ്ണം എന്ന് പറയുന്നത് 1000-ലധികമാണ്. 1000-ലധികം പേർക്ക് ഈ ഒരു തസ്തികയിലേക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനി അന്ന് വന്ന കട്ട് ഓഫ് മാർക്ക് 2015 എക്സാം നടന്നത്. അന്ന് വന്ന കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 26.67 അതിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളുടെ മാർക്ക് 65.33 എന്തുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ കട്ട് ഓഫ് മാർക്ക് വരുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഇതിൽ 2 പാർട്ടാണ് ഈ സിലബസിൽ വരുന്നത്, അതായത് ഇലക്ട്രിക്കൽ പാർട്ടും ഓട്ടോമൊബൈൽ പാർട്ടും. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിനെ കുറിച്ച് നമുക്ക് പുറകെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്നാണ്. ഇതിന്റെ ഏറ്റവും ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ ഓർ ഇലക്ട്രീഷ്യൻ, അതായത് MMB എന്ന് നമ്മൾ പറയും. ആ MMB ഉള്ളവർക്കും ഇലക്ട്രീഷ്യൻ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ITIക്കാർക്കാണ് ഇത് ബേസിക് ആയിട്ട് ഇതിന്റെ അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർ. ഇനി അത് കൂടാതെ അതിന്റെ ഹയർ ആയിട്ട് വരുന്നത്, അതായത് ഈ ഒരു ട്രേഡുകളുടെ ഹയർ ആയിട്ട് വരുന്ന ഡിപ്ലോമക്കാർക്കും ബിടെക്കുകാർക്കും ഇത് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ ഈ 3 ബ്രാഞ്ചുകളിലും പഠിച്ചിറങ്ങിയ ഡിപ്ലോമക്കാർക്കും ബിടെക്കുകാർക്കും ഇതിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡിപ്ലോമക്കാരായാലും ബിടെക്കാരായാലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇൻഎലിജിബിൾ എന്നായിരിക്കും കാണിക്കുക. അപ്പൊ അവര് എന്ത് ചെയ്യണം, വൈ ഐ ആം ഇൻഎലിജിബിൾ എന്ന് എടുത്തിട്ട് അതിൽ ഹയർ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഹയർ ക്വാളിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഡെപ്തിലുള്ള അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിൽ ഇലക്ട്രിക്കൽ പാർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ദെൻ ഓട്ടോമൊബൈൽ പാർട്ട് ഉണ്ട്. എല്ലാം നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എപ്പോഴും നമുക്ക് നല്ലത് ഇത്രയും ഡെപ്തിൽ അല്ലെങ്കിൽ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സിലബസ് നമ്മുടെ മുമ്പിലുള്ളതാണ് നമുക്ക് ഏറ്റവും നല്ലത്. കാരണം ഒരു കുറഞ്ഞ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ലൈൻസ് ഉള്ള ഒരു സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ പഠിക്കണം എന്തൊക്കെ പഠിക്കേണ്ട എന്ന് നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരും. പക്ഷെ ഇവിടെ നമുക്ക് അതിന്റെ ഒരു ആവശ്യമില്ല. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ പഠിക്കണം എന്തൊക്കെ പഠിക്കേണ്ട എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ഇനി വിന്നേഴ്സ് അക്കാദമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പമ്പ് ഓപ്പറേറ്ററിന്റെ കോഴ്സ് നെക്സ്റ്റ് മന്ത്, അതായത് ഡിസംബർ പകുതിയോടുകൂടി ആരംഭിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. അപ്പൊ നമുക്ക് നിലവിൽ എൻക്വയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എൻക്വയറി നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഈ സ്ലൈഡിന്റെ താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കോഴ്സസ് ആണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നിലവിൽ റൺ ചെയ്യുന്നതാണ് SSC-JE സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ട് കോച്ചിങ് നടക്കുന്നുണ്ട് ഫോർ മെക്കാനിക്കൽ ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ്. ഡിപ്ലോമക്കാർക്കും ബിടെക്കാർക്കും വേണ്ടിയിട്ടാണ് ആ ഒരു കോച്ചിങ് നടക്കുന്നത്. ഇനി അത് കൂടാതെ കേരള PSCയുടെ കീഴിൽ നിലവിൽ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്ന LSGD അസിസ്റ്റന്റ് എഞ്ചിനീയർ, ദെൻ ഓവർസിയർ ഗ്രേഡ് 1, ഗ്രേഡ് 2 ആൻഡ് 3, ദെൻ കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ട്രേസർ ഗ്രേഡ് 3 ഇത്രയും തസ്തികകളിലുള്ള കോച്ചിങ് നിലവിൽ റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എന്തുകൊണ്ട് വിന്നേഴ്സ് അക്കാദമി നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഞങ്ങളുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവരിൽ നിന്നും എന്താണ് വ്യത്യസ്തമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ഹാർഡ് വർക്കിന്റെ കൂടെ സ്മാർട്ട് വർക്ക് എന്നൊരു കാര്യം കൂടി നമ്മളോട് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പഠിക്കണം എന്നുള്ളത് കൂടി എന്നതിന്റെ കൂടെ തന്നെ എന്ത് പഠിക്കണ്ട എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതുപോലുള്ള എക്സാമുകൾ നമുക്ക് ഒരിക്കലും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ ആ കറക്റ്റ് സിലബസ് വെച്ച് കറക്റ്റ് ഗൈഡ് ലൈൻസ് വഴി കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മാത്രമാണ് നമുക്കൊരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിലുള്ള കോച്ചിങ് ആണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്.
ഒരു ITI ലെവലിലുള്ള എക്സാം ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ തീർച്ചയായും ഒരു ബിടെക് ലെവലിലോ ഡിപ്ലോമ ലെവലിലോ നിങ്ങളത് പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യണം? അത് ITI ലെവലിൽ തന്നെ നമ്മൾ പഠിക്കണം. അപ്പോൾ ITIയുടെ സിലബസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത്. ഇനി അത് നമ്മൾ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ് സൂം ക്ലാസ് വഴിയായിരിക്കും. ആ സൂം ക്ലാസ് നിങ്ങൾക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാം. അത് കൂടാണ്ട് അതിന്റെ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുകൂടാതെ എല്ലാ ആഴ്ചയും മോക്ക് ടെസ്റ്റും പ്രത്യേകമായിട്ട് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷനും അതുപോലെ ഡൗട്ട് ക്ലിയറിംഗ് സെഷനും എല്ലാം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവൈലബിൾ ആക്കുന്നതാണ്. അപ്പോൾ എല്ലാവിധ എക്സാമുകൾക്ക് വേണ്ടിയും പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഓക്കെ, താങ്ക് യു.